ദൈവജനമേ, തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങളിൽ അപ്പസ്തോലനായ പൗലോസ് നമുക്ക് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾ ക്ഷയിക്കുകയും തിന്മ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ വരാനിരിക്കുന്ന പ്രതിസന്ധിയുടെ കാതൽ ബാഹ്യമായ പീഡനങ്ങളല്ല, മറിച്ച് മനുഷ്യചേതനയുടെ ആന്തരികമായ ജീർണതയായിരിക്കും. ഈ വ്യാപകമായ തകർച്ചയുടെയും ബന്ധങ്ങളിലെ വിള്ളലുകളുടെയും മൂലകാരണം ഒരൊറ്റ ആത്മീയ രോഗമാണ്. മനുഷ്യർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി മാറും. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ദൈവത്തെ മാറ്റുമ്പോൾ, അത് ചുണ്ടിൽ മാത്രം ഒതുങ്ങുമ്പോൾ, സ്വാർത്ഥത സ്വാഭാവികമായും അവിടെ ഇടം പിടിക്കുന്നു. അത് നമ്മുടെ ദൈവമായി മാറുന്നു. നമ്മൾ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴുന്നു. ഇത് കുടുംബങ്ങളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും നമ്മുടെ സ്വന്തം ആത്മാക്കളെയും തകർക്കുന്ന വിനാശകരമായ പെരുമാറ്റങ്ങളുടെ ഒരു നീണ്ട പരമ്പരയ്ക്ക് തന്നെ കാരണമാകുന്നു. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 2-3 തിന്മകളുടെ പട്ടിക ഒരു ആധുനിക വാർത്താ റിപ്പോർട്ട് പോലെ തോന്നാം. സ്വാർത്ഥർ, അഹങ്കാരികൾ, ദൂഷകർ, നന്ദികെട്ടവർ, ഉഗ്രന്മാർ, സൽഗുണദ്വേഷികൾ. ഈ പട്ടികയിലെ ഓരോ ഇനവും ദാനധർമ്മത്തിനും സത്യത്തിനു പകരം സ്വയം സംതൃപ്തിക്കും ഭൗതിക നേട്ടങ്ങൾക്കുമായി ഓടുന്ന ഒരു ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. തൽക്ഷണ സുഖഭോഗങ്ങൾക്കും ഭൗതിക സമ്പത്തിനും അടിമപ്പെട്ട ഒരു തലമുറയെ നാം നമ്മുടെ മുന്നിൽ, നമ്മുടെ ചുറ്റും കാണുന്നു. നാമും ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിരിക്കാം. സ്വാഭാവികമായ വാത്സല്യങ്ങളും അടിസ്ഥാനപരമായ ആത്മനിയന്ത്രണവും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന്. പൗലോസിൻ്റെ സന്ദേശം ജാഗ്രത പാലിക്കാനുള്ള ഒരു ആഹ്വാനമാണ്. ഈ ദുഷിച്ച ലക്ഷണങ്ങൾക്കെതിരെ നാം നമ്മുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കണം. ഈ ആത്മീയ രോഗത്തിനുള്ള മറുമരുന്ന് സജീവമായ ആത്മാർത്ഥ വിശ്വാസമാണ്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെയും നമ്മെപ്പോലെ നമ്മളുടെ അയൽക്കാരെയും സ്നേഹിക്കാൻ അത് നമ്മെ തിരികെ വിളിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്തൃസാക്ഷികളായി ജീവിക്കാം, വിശുദ്ധ ജീവിതം നയിക്കാം. കർത്താവിൻ്റെ വരവിനായി നന്നായി തന്നെ തയ്യാറെടുക്കാം.